ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. റിവേഴ്സിങ് കണ്ടീഷനിങ് മെത്തേഡ് എന്നായിരുന്നു പേര്. അപ്പോൾ അതിനകത്ത് കുറേ പേര് കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഡീപ്പ് ഓയിലിംഗ് ഒക്കെ ചെയ്ത് ഷാമ്പു ഇടുന്ന ദിവസം, ഇനിയിപ്പോൾ ഡീപ്പ് ഓയിലിംഗ് ചെയ്തില്ലേലും ഷാമ്പു ഇടുന്ന ദിവസം ഉണ്ടല്ലോ, അതിന് മുമ്പ് നമ്മളിങ്ങനെ കുറച്ച് കണ്ടീഷണർ കയ്യിലോട്ട് എടുത്തിട്ട് കുളിക്കുന്നതിന് മുമ്പാണ് ഇതുപോലെ മുടിയുടെ മിഡ് ലെങ്ത് തൊട്ട് താഴെ വരെ നന്നായിട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കണം. നന്നായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ പുരട്ടി കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് പോയി കുളിക്കണം. കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് നേരമാണ്. എന്നിട്ട് പോയി അങ്ങ് കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് ഷാമ്പൂ ഇട്ട് നമ്മൾ സാധാരണ ഷാമ്പൂ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് കുളിക്കത്തില്ലേ, അതുപോലെ തന്നെ കുളിച്ച് കഴുകി കളഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് ഇതുപോലെ കണ്ടീഷണർ എടുത്ത് മിഡ് ലെങ്ത് തൊട്ട് താഴെ വരെ വീണ്ടും നമ്മൾ പുരട്ടണം. ഇത് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ തന്നെ കുളിക്കുന്നതിന് മുമ്പാണിത് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതിന് ശേഷം ഞാൻ നേരെ പോയി കുളിക്കാനാണ് പോകുന്നത്. കണ്ടില്ലേ, കുളിക്കാനാണ് പോകുന്നത്. ഞാൻ റൂട്ട്സ് എന്ന് പറഞ്ഞൊരു ഷാമ്പു ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് കുളിക്കാൻ വേണ്ടിയിട്ട്. ആയുർവേദ ഷാമ്പു ആണ് കേട്ടോ. എനിക്ക് ഈ മെത്തേഡൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നെയാണ്. ഈ ഷാമ്പുവും ഡോക്ടർ തന്നെ പറഞ്ഞു തന്നെയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. തല നന്നായിട്ട് ഷാമ്പു ഇട്ട് ആ ഷാമ്പു ഇട്ട് തന്നെ കഴുകി കളഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം തല വലുതായിട്ടൊന്നും തോർത്തിയിട്ടൊന്നുമില്ല, വെറുതെ ദേഹത്തൊക്കെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ടവല് വെറുതെ കെട്ടിയിട്ടുണ്ടെന്നേ ഉള്ളായിരുന്നു. അതിനുശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലോറിയൽ പാരീസിൻ്റെ ഒരു കണ്ടീഷണറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കണ്ടീഷണർ തന്നെ ഉപയോഗിച്ചോളാം ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാനിത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം അവർ തന്ന പ്രോഡക്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ മുടിയിലോട്ട് പുരട്ടണം. കണ്ടോ, ഞാൻ നന്നായിട്ട് പുരട്ടുന്നുണ്ട്. പുരട്ടിയതിന് ശേഷം വീണ്ടും നമ്മൾ പോയി സാധാരണ നമ്മൾ കണ്ടീഷണർ ഇട്ട് കുളിക്കത്തില്ല, അതുപോലെ തന്നെ വീണ്ടും പോയി വെറും വെള്ളത്തിൽ ഇങ്ങനെ കഴുകി കളഞ്ഞിട്ട് വരണം. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഹെയർ ഭയങ്കര എക്സ്ട്രീമായിട്ട് ഡ്രൈ ഹെയറാണ്. അപ്പം പിന്നെ തന്നെയല്ല ചൂടുകാലവും കൂടാണ്. അപ്പോൾ അത് നല്ലൊരു മോയ്സ്ചർ കണ്ടൻറ്റ് ലോക്ക് ചെയ്ത് മുടിയിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മെത്തേഡ് യൂസ് ചെയ്യാൻ ആയുർവേദ ഡോക്ടറാണ് കേട്ടോ പറഞ്ഞു തന്നത്. മുടിയുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടായിരുന്നല്ലോ ഞാൻ, എൻ്റെ മുടി പൊഴിഞ്ഞു പോകുന്നതിൻ്റെ കാര്യത്തിനായിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറാണ് ഇങ്ങനൊരു റെമഡി എനിക്ക് പറഞ്ഞു തന്നത്. കണ്ടോ, അതിനുശേഷം ഞാൻ അതും കഴുകി കളഞ്ഞു. വെറും വെള്ളത്തിൽ വെറുതെ കണ്ടീഷണർ കഴുകി കളഞ്ഞിട്ട് വന്നു. അതിനുശേഷം കണ്ടില്ലേ, മുടി വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് തോർത്ത് ഇതുപോലെ കെട്ടി അങ്ങ് വെക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. ഞാൻ കമൻറ്റിലൂടെ തന്നെ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഇതുപോലെ അങ്ങ് നമ്മളിങ്ങനെ കെട്ടി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അഴിച്ചിടുക. അഴിച്ചിട്ടതിന് ശേഷം സാധാരണ നമ്മൾ മുടി ഉണങ്ങത്തില്ല, അതുപോലെ അങ്ങ് ഉണങ്ങിക്കോളും, നോ പ്രോബ്ലം. ഇങ്ങനെ ചെയ്ത് നോക്കിയതിന് ശേഷം മുടിക്ക് കുറച്ചും കൂടി വ്യത്യാസം വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ 2-3-4 തവണ ഇത് യൂസ് ചെയ്തു. ഒരു തവണ എടുത്ത് ഷോർട്ടായിട്ട് ഇട്ടപ്പോഴാണ് എല്ലാവരും ഡൗട്ട് ചോദിച്ചത്. അപ്പോൾ ശരി, എല്ലാവർക്കും ഉള്ള ഡൗട്ട് മാറിയെന്ന് വിശ്വസിക്കുന്നു. ബൈ.